കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. വിശന്നു അലഞ്ഞു വരുവാണേ. വല്ല പഴങ്ങഞ്ഞിയോ ചോറോ ഉണ്ടെങ്കിൽ തരണേ. വീട്ടിലൊരു ശുഭകാര്യം നടക്കാനിരിക്കുമ്പോഴാണോ ഇങ്ങനെയുള്ള അശ്രീകരങ്ങൾ? പോകാൻ നോക്ക്. എന്നെ പഴിച്ചിട്ട് എന്ത് കാര്യമേ? കാശും പണമൊന്നും അല്ലല്ലോ ചോദിച്ചത്, ഒരു ഉരുള ചോറല്ലേ ചോദിച്ചത്. ഇത് കേട്ടാ ഇവിടെ അരിമേടിച്ച് തന്നിട്ട് പോയത് നീയാണെന്ന് തോന്നൂലോടി. ആരോഗ്യത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പലയിടത്തും പോയി പാത്രം കഴുകി ജീവിച്ചൂടെ? പോയേ. ആഹാ, നീയും കുഴിയിലോട്ട് കാലം നീട്ടി ഇരിക്കുവല്ലേ. മോളെയും മരുമോളെയും പഴിയെടുക്കലല്ലാതെ നിനക്കും വേറെ പണിയൊന്നുമില്ലല്ലോ. ആരോടടി നിന്റെ അധിക പ്രസംഗം? ഇതുകൊണ്ടാരണം തന്നാ കാലോടി താഴെ കിടക്കും, പറഞ്ഞേക്കാം. പിന്നെ അടിക്കാനിങ്ങി വന്നാ ഞാനിവിടെ കൈയും കെട്ടി ഇരുന്ന് തരാൻ പോവല്ലേ. എന്നാ എനിക്കൊന്ന് കാണണല്ലോ അത്. അമ്മേ 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 അമ്മേ, എന്തിനാ അവരോട് വഴക്കിന് പോകുന്നേ? നിങ്ങളെ പോയിട്ട് കുറച്ച് കഴിഞ്ഞു വാ, വീട്ടിൽ വിരുന്നുകാര് വരുന്നുണ്ടേ. എന്തോന്നാടി അവൾ എന്തൊക്കെ എന്നെ പറഞ്ഞെന്ന് കേട്ടില്ലേ? എന്നിട്ടും പിന്നെ വിളിച്ച് വയറ് നിറച്ച് കൊടുക്കണം കേട്ടാ. അതെങ്ങനെയാടി? മോളെയും മരുമോളെയും പഴിചാരലാണ് എന്റെ പണിന്ന് അവള് വിളിച്ചു പറയുന്നേ. അപ്പൊ ഭിക്ഷക്കാരോട് എന്നെ കുറിച്ച് പരാതി പറഞ്ഞിരിക്കുന്നു. നടക്കട്ടെടി, ഈ നിശ്ചയം ഒന്ന് കഴിഞ്ഞു കിട്ടിക്കോട്ടെ, എന്നിട്ട് കാണിച്ചു തരാം എന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണ്. എന്താടി നിനക്ക് വേണ്ടത്? എന്ത് കേക്കാൻ നിക്കുവാ? ഇനി ഈ വീടിന്റെ പരിസരത്തെങ്ങാനും കണ്ടാല് കാല് തല്ലി ഓടിക്കും ഞാൻ. പോടി ഇവിടുന്ന് പോ. അമ്മേ വേണ്ടമ്മേ, വേണ്ടമ്മേ, വന്നേ ഇങ്ങോട്ട് വാ അമ്മേ. എന്റെ കാല് തല്ലിയൊടിക്കാനിങ്ങി വാടി മന്ദരക്കളവി. നിനക്കുള്ള പണി ഞാൻ തന്നോളാം. പെണ്ണിനെ കാണാൻ വന്ന കൂട്ടർ ഇവര് തന്നെയാണെന്ന് തോന്നുന്നു. ഒന്ന് നിന്നേ. നിങ്ങളൊന്ന് പോവാൻ നോക്ക്, എന്റെ കൈ ചില്ലറയൊന്നുമില്ല. എനിക്ക് നിന്റെ ചില്ലറ കാശൊന്നും വേണ്ട വച്ചേ. ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്നിട്ട് എന്ന് നിശ്ചയം നടത്തുവോ എന്ത് വേണേ ചെയ്യും. എന്താ കാര്യം? ഞാൻ പറയുന്ന ശ്രദ്ധിച്ചു കേട്ടോ. നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ പോകുന്ന പെണ്ണേ വേറൊരുത്തന്റെ കൂടെ രാത്രി മുഴുവൻ കഴിഞ്ഞുകൂടിയാ കുഴപ്പമില്ല. ഇവരെന്തൊക്കെയായിട്ടാ പറയുന്നേ? വട്ട് കേസ് വല്ലതും പറഞ്ഞു കരുതി നീ നടക്ക്. ഞാൻ വട്ടുമൂത്തിട്ട് പറഞ്ഞൊന്നുമല്ല. അതിനെ നിങ്ങളുടെ മോന് പിടിച്ചു കൊടുത്താൽ നാണക്കേട് കൊണ്ട് നിങ്ങൾ തൂങ്ങിച്ചാവേണ്ടി വരും. 2 ദിവസമായിട്ട് ഏതവന്റെ കൂടെ ആയിരുന്നു. നേരം വെളുത്തപ്പോഴും അവള് കേറി വന്ന. ഭിക്ഷക്കാരിയാണെങ്കിലും എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇവിടെ ഉള്ളവരെ പേടിച്ചിട്ട് ആരും ഒന്നും പറയാത്ത. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കും. അതെന്തെങ്കിലും ആട്ടെ, നിങ്ങൾ വാ. സമയം വൈകുന്നല്ലോ സുലേഖ, എന്താ ഇവരെ ഇനി കാണാത്തെ? അവര് പുറപ്പെട്ടായിരുന്നോ? ഒന്ന് വിളിച്ചു നോക്കിക്കേ. എന്താ വൈകിയേ? ഞങ്ങള് കാത്തിരിക്കായിരുന്നു. മുഹൂർത്തത്തിന്റെ സമയം കഴിയാറായി. ഇപ്പൊ അതിന്റെ ഒന്നും ഒരു കാര്യമില്ല. ഞങ്ങൾ ഈ ആലോചന ഇവിടെ വെച്ച് നിർത്തുവാണെന്ന് പറയാൻ വേണ്ടി വന്നതാ. നിർത്തുകയാണെന്നോ? അതെന്താ അങ്ങനെ പറഞ്ഞു കളഞ്ഞത്? ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വല്ല തെറ്റുണ്ടായോ? തരാനുള്ള ഒന്നും കുറച്ചിട്ടില്ലല്ലോ. ഓ പിന്നെ കേടും പോടും ഒക്കെ എന്റെ മോന്റെ തലയെ വെച്ച് കെട്ടാന്ന് വിചാരിച്ച അത് നടക്കാൻ പോകുന്നില്ല. അങ്ങനെ ഇപ്പൊ എന്താ ഉണ്ടായത്? എന്തിനങ്ങനെ അനാവശ്യം പറയുന്നത്? കാര്യം എന്താന്ന് വെച്ചാൽ നേരിട്ട് പറയേ. പുറത്തൊരാൾ ഞങ്ങളോട് നേരിട്ട് ചോദിച്ചായിരുന്നു, 2 ദിവസം വേറെ ഒരുത്തന്റെ കൂടെ ആയിരുന്നെന്നും അവളെയാണോ മോന് കെട്ടിച്ചു കൊടുക്കുന്നതെന്നും. എന്തൊക്കെയാ നിങ്ങൾ ഈ പറയുന്നത്? എന്റെ മോള് 2 ദിവസം എവിടെ പോയിന്നാ? എന്താ അതൊന്നും സത്യമല്ലെന്നാണോ? എന്നാ ശരി, ഇന്നലെ രാത്രി മോൾ എവിടെ പോയിരിക്കായിരുന്നു? അത്
അതും ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇന്നലെ രാത്രി നിങ്ങളുടെ മോള് വീട്ടിലുണ്ടായിരുന്നോ അത് മാത്രം പറഞ്ഞാൽ മതി. സത്യത്തിൽ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾ അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ കഥ കേൾക്കാനൊന്നും അല്ല ഞങ്ങൾ വന്നത്. ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി. പുറത്ത് നിൽക്കുന്ന ആ ഭിക്ഷക്കാരി കാര്യങ്ങളെല്ലാം പറഞ്ഞതല്ലേ, പിന്നെന്തിനാ വീണ്ടും ഇവരോട് ചോദിക്കുന്നത്? അപ്പോ ആ ഭിക്ഷക്കാരിയായിരുന്നോ ഇതിന് പിന്നിൽ? അവക്ക് ഞാൻ കൊടുത്തോളാം. ഏതോ ഒരു ഭിക്ഷക്കാരി എന്തോ പറഞ്ഞെന്ന് കരുതി ഇത്രയും വരെ എത്തിച്ചിട്ട് ഈ ബന്ധം വേണ്ടെന്ന് വെക്കേണ്ട കാര്യമുണ്ടോ? ഒരു ഭിക്ഷക്കാരിക്ക് പോലും നിങ്ങളുടെ കഥകൾ അറിയാമെങ്കിലേ നിങ്ങളുടെ മോൾ എത്ര നല്ലവളാണെന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ നിശ്ചയം ഒന്ന് നിർത്തി തരണേന്ന് പറഞ്ഞപ്പോ അതിന് കണ്ടെത്തിയ വഴി ഇതായിരുന്നു രാമ. ആസ്തിയും പണവും ഒന്നും ഇല്ലെങ്കിലും കുടുംബ മഹിമയുണ്ടല്ലോ എന്ന് കരുതിയാ ഞങ്ങൾ ഈ സംബന്ധത്തിന് തീരുമാനിച്ചേ എന്ന് കരുതി വഴിപഴച്ച പെണ്ണിനെ തലേ കെട്ടിവെക്കാൻ നോക്കല്ലേ. കണ്ടാ പറയില്ല, അത്രയ്ക്ക് നിഷ്കളങ്കതയല്ലേ ഈ മുഖത്ത്. ഈ മുഖശ്രീ കണ്ടാ ഞങ്ങൾ വിശ്വസിച്ചേ. ഒറ്റ കാശ് പോലും സ്ത്രീധനം ചോദിക്കാതിരുന്നതും അതുകൊണ്ടാ. പേര് ദോഷം കേൾപ്പിച്ച കുട്ടിയാന്ന് അറിയില്ലായിരുന്നു. മിണ്ടിപ്പോകരുത്. എന്റെ മോളെ കുറിച്ച് ഇനി ഒരു അക്ഷരം പോലും മിണ്ടിപ്പോകരുത്. ഞാൻ വളർത്തിയ കുട്ടിയാ. ആ, വളർത്തു ദോഷം കാണാനുണ്ട്. ഞങ്ങൾ ഇത് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. അറിയാത്തത് എന്തൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടാവും. മതി, നിർത്ത്. ആ പെൺകുട്ടിയുടെ സ്വഭാവത്തെ പറ്റിയോ രാമനെയോ രാമന്റെ കുടുംബത്തെ പറ്റിയോ ഇനി ഒരക്ഷരം നിങ്ങൾ മിണ്ടിക്കഴിഞ്ഞാ ആ നാവ് ഞാൻ എടുക്കും. വർമ്മ സാർ ഇക്കാര്യത്തിൽ ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങൾ സംബന്ധം കൂടിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങളും ഈ ആലോചന നോക്കിയത്. പക്ഷേ ഇതിന്റെ സ്വഭാവ ദൂഷ്യത്തെക്കുറിച്ച് അല്ല, എന്താ നിങ്ങൾ അറിഞ്ഞത്? ഇന്നലെ രാത്രി അവള് വേറൊരുത്തന്റെ കൂടെ ആയിരുന്നു എന്നല്ലേ? അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നിങ്ങൾ പുറത്ത് വല്ലയിടത്തും അന്വേഷിച്ചായിരുന്നു. എന്നിട്ട് കേട്ട പാതി കേൾക്കാത്ത പാതി അനാവശ്യം പറയാം. ശരിയാണ്, വൈദേഹി ഇന്നലെ രാത്രി വീട്ടിലുണ്ടായിരുന്നില്ല. എന്റെ മകൻ ഒരു അപകടത്തിൽപ്പെട്ട് കിടന്നപ്പോ അവന്റെ ജീവൻ രക്ഷിക്കാൻ കൂടെ ഉണ്ടായിരുന്നത് ഈ കുട്ടിയാ. സ്വന്തം ജീവന് പോലും വില കൊടുക്കാതെ അവൾ എന്റെ മോന്റെ ജീവൻ രക്ഷിച്ചു. എന്റെ കുടുംബത്തിന്റെ വിളക്ക് അണയാതെ കാത്തു സൂക്ഷിച്ച ദേവതയാണിവള്. അങ്ങനെ ഒരു ദേവതയെക്കുറിച്ചാണോ നിങ്ങൾ അനാവശ്യം പറഞ്ഞേ? വർമ്മ സാർ ദയവ് ചെയ്ത് ഞങ്ങളോട് ക്ഷമിക്കണം. പെട്ടെന്ന് മോശമായ രീതിയിൽ ചിലതൊക്കെ കേട്ടപ്പോ പ്രതികരിച്ചു പോയതാ. നിങ്ങളും ക്ഷമിക്കണം. തെറ്റിദ്ധരിക്കരുത്. ഇനി ഒരിക്കലും ഇങ്ങനൊന്നും ഉണ്ടാവില്ല. മുഹൂർത്തം കഴിയാൻ ഇനി കുറച്ച് സമയമേ ഉള്ളൂ. എന്തായാലും വർമ്മ സാർ എത്തിയ സ്ഥിതിക്ക് അദ്ദേഹത്തിന്റെ കൈകളിലൂടെ കാര്യങ്ങൾ നടക്കട്ടെ. അതിനി വേണമെന്നില്ല. തെറ്റെന്താണെന്ന് അവർക്ക് മനസ്സിലായല്ലോ. മനുഷ്യരാമൻ ചിലപ്പോ ഇങ്ങനെയുള്ള തെറ്റുകളൊക്കെ പറ്റും. നല്ലൊരു ബന്ധമാ. ഇതൊരിക്കലും ഒരു നല്ല ബന്ധമാവില്ല. വഴിയെ പോയ ആരോ എന്തോ പറയുന്നത് കേട്ട് വീണ്ടും വിചാരമില്ലാതെ ഓരോന്ന് പറഞ്ഞവര് നാളെ മറ്റാരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാ
അവളെ വീണ്ടും സംശയിക്കില്ലെന്ന് ആര് കണ്ടു? അതുകൊണ്ട് ഈ ബന്ധം വേണ്ട. ഇനി എന്തിനാ നിങ്ങൾ നിൽക്കുന്നേ? കടന്നു പോവാൻ നോക്ക്. ഒന്ന് നിൽക്കേ. ആ താലവും സാരിയൊക്കെ എടുത്തോണ്ട് പോയിക്കും. ശ്രീരാമ, വൈദേഹി ചേച്ചി, ശ്രീരാമനോട് ആരോ പ്രാർത്ഥിച്ചെന്ന് തോന്നുന്നു. നിങ്ങൾ എന്നോട് ക്ഷമിക്കണം രാമ. അയ്യോ, എന്തിനാ ഇത്രയും വലിയ വാക്കുകളൊക്കെ പറയുന്നത്? എനിക്കാ തെറ്റ് പറ്റിയത്. മോൻ അപകടത്തിൽപ്പെട്ട ആ വിഷമത്തിലാ ഞാൻ പറയാൻ പാടില്ലാത്തതൊക്കെ പറഞ്ഞത്. അവൻ എൻ്റെ മാത്രമല്ലല്ലോ, നിങ്ങളുടെ മരുമോനും കൂടിയല്ലേ. എന്നെപ്പോലെ സ്നേഹവും ഉത്തരവാദിത്വമൊക്കെ നിങ്ങൾക്കും ഉണ്ടാകുമെന്ന് ഞാൻ ചിന്തിക്കണമായിരുന്നു. ക്ഷമിച്ചേക്കു രാമ. വർമ്മ ഇങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. വലിയ ആൾക്കാരാ നിങ്ങൾ. ഇത്രയും നല്ലൊരു മോളെ കിട്ടിയ രാമന ശരിക്കും ഭാഗ്യം ചെയ്തത്. ഇന്നലെ വൈദേഹി കൂടിയില്ലായിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ മോൻ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു. ഭാഗ്യം ചെയ്തവർക്കേ ഇങ്ങനെയുള്ള നല്ല മക്കളെ കിട്ടൂ. സത്യത്തിൽ രാമനാണ് വലിയവൻ. ഇങ്ങനെ വല്യവായി പറഞ്ഞോണ്ടിരിക്കാം. ഇതുവരെ ഇവക്ക് നല്ലൊരു ബന്ധം ഒത്തു വന്നിട്ടില്ല. കല്യാണം കഴിഞ്ഞ അച്ഛമ്മേ, ഇനി എന്ത് ബന്ധം ഒത്തുവരാനാ? കിട്ടാതിരുന്ന് കിട്ടിയ ഒരു ബന്ധമായിരുന്നു ഇത്. അതും പോയി. ഇന്ന് ആ നിശ്ചയം അങ്ങ് നടന്നിരുന്നെങ്കിൽ എല്ലാം ഒന്ന് പെട്ടെന്ന് കഴിഞ്ഞു കിട്ടിയേനെ. ഈ ബന്ധം പോയി നോർത്ത് നിങ്ങളാരും വിഷമിക്കേണ്ട കാര്യമില്ല. ഇതിനേക്കാൾ വലിയ വീട്ടിലെ ബന്ധം ഞാൻ തന്നെ കൊണ്ടുവന്നോളാം. ഇന്നു മുതൽ വൈദേഹിയും അവളുടെ ജീവിതം എൻ്റെ ഉത്തരവാദിത്വം കൂടിയാണ്. കല്യാണം കഴിപ്പിച്ച് പറഞ്ഞയക്കുന്നത് വരെ അവൾ ഞങ്ങളുടെ വീട്ടിൽ നിൽക്കട്ടെ. അതെന്തിനാ? എന്തിനാ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകുന്നേ? അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? എനിക്കെന്ത് ബുദ്ധിമുട്ടാണെന്നേ? അതെന്റെ കടമ മാത്രം. എന്റെ മോനെ മരണത്തിൽ നിന്ന് രക്ഷിച്ച വൈദേഹിയുടെ കല്യാണം ഏറ്റവും നല്ല രീതിയിൽ ഞാൻ നടത്തി കൊടുക്കും. ഇവളെ അവന്റെ അടുത്തുനിന്ന് മാറ്റാനല്ലേ എത്രയും പെട്ടെന്ന് കെട്ടിച്ചയക്കാമെന്ന് കരുതിയത്. അപ്പൊ അതേ ഇയാൾ വന്ന് അങ്ങോട്ട് കൊണ്ടുപോകാൻ നോക്കുന്നു. രണ്ടെണ്ണത്തിനെയും കൂടെ ഒരിടത്ത് നിർത്തിയാല് എന്താ ചെയ്യോ ഭഗവാനെ? രാമൻ അഭിപ്രായമൊന്നും പറഞ്ഞില്ല. രാമന്റെ മോളുടെ കല്യാണം ഞാൻ നടത്തുന്നതിൽ തെറ്റുണ്ടോ? അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞേ? എന്ന് വെച്ച് മോളെ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കാൻ പോവുക? അതൊന്നും പറ്റില്ല. മന്ത്രക്കിളവി ചേച്ചിയെ പിടിച്ചു നിർത്താൻ വേണ്ടി മൂക്ക് കൊണ്ട് ഇക്ഷ വരയ്ക്കുവാണല്ലേ? അതെന്താ അമ്മ അവിടേക്ക് കൊണ്ടുപോയാൽ? അങ്ങനെയൊന്നും ഉണ്ടായിട്ടല്ല മോനെ. ഇപ്പൊ വന്നവർ തന്നെ ദേവമോനെ രക്ഷിക്കാൻ പോയതിന്റെ പേരിലല്ലേ ഇവളെ കുറിച്ച് ഇത്രയേറെ അനാവശ്യങ്ങൾ പറഞ്ഞത്. ഇനി ഇവളെ അങ്ങോട്ട് തന്നെ കൊണ്ടുപോയാല് നാട്ടുകാർ വേറെ വല്ലതും പറഞ്ഞാലോ? നീ എന്താ ഒന്നും പറയാത്തെ? ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടോ? മോളെ കുറിച്ച് ഇനിയും വേണ്ടാതിനും കേൾക്കണമെന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? അമ്മ പറഞ്ഞതിലും കാര്യമുണ്ടല്ലോ വർമ്മച്ചേട്ടാ. വെറുതെ എന്തിനു നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കുന്നേ? നിങ്ങളൊക്കെ പേടിക്കുന്ന പോലെ ഈ നാട്ടുകാരും ഒരു അക്ഷരം പറയില്ല. കൊട്ടാരം വീട്ടിലെ വർമ്മ കല്യാണം കഴിയാത്തൊരു പെൺകുട്ടിയെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയെന്നറിഞ്ഞ അവള് ചെയ്ത സഹായത്തിന്റെ കടപ്പാട് കൊണ്ട് മാത്രമാണെന്ന് നാട്ടുകാർ പറയും. മറിച്ച് ചിന്തിക്കാൻ നമ്മുടെ ഈ നാട്ടിൽ ആർക്കും ധൈര്യം ഉണ്ടാവില്ല.
വർമ്മ ഇനി എന്തൊക്കെ പറഞ്ഞാലും നാളെ പാടില്ലാത്തതല്ലോ നടന്നാല് പേരുദോഷം ഞങ്ങളുടെ കുടുംബത്തിനല്ലേ? വാ തുറന്ന് പറയടി. കിട്ടിയ അവസരം മുതലാക്കാൻ നോക്കുന്നു. അവിടെ കയറി പൊറുക്കാനുള്ള ആവേശമാ. എന്തിനാ ഇതിൽ ഇത്ര ആലോചിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞങ്ങൾ മൂലമാണ് ഒരു പേരുദോഷം ഉണ്ടായത്. എന്റെ മകൻ കാരണം അവൾക്ക് വന്ന കല്യാണവും മുടങ്ങി. തെറ്റിത്തിരുത്താനുള്ള ഒരു അവസരമാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. എന്നെ കടപ്പാട് തീർക്കാൻ നിങ്ങൾ അനുവദിക്കണം. ചെറിയൊരു കാര്യത്തിന് ഇത്രയും വലിയ വാക്കുകൾ എന്തിനാ അച്ഛാ? ദേവേട്ടന് അച്ഛന്റെ മോന, പക്ഷെ എന്റെ അനിയത്തിയുടെ ഭർത്താവോ? അതിന് ദേവേട്ടനെ രക്ഷിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോ ഞാൻ കൂടെ നിന്നേ ഉള്ളൂ. അതെന്റെ കടമയല്ലേ അച്ഛാ? ഈ ചെറിയൊരു കാര്യത്തിന് ഇത്രയും വലിയ വാക്കുകളൊന്നും വേണ്ടായിരുന്നു. ഞാൻ എന്റെ അച്ഛന്റെ കൂടെ തന്നെ നിന്നോളാം. അങ്ങനെയല്ല മോളെ. ഇപ്പൊ നീ എന്റെ കൂടെ വന്നില്ലെങ്കിൽ കുറ്റബോധം കൊണ്ട് എന്റെ ഹൃദയം പോലും നിന്നു പോകുന്ന അവസ്ഥയാ. വല്ലവരുടെയും വീട്ടിലേക്കല്ലല്ലോ മോളെ നീ വരുന്നത്. നിന്റെ അനിയത്തിയുടെ വീട്ടിലേക്കല്ലേ. മോളെ എന്റെ കൂടെ പറഞ്ഞയക്കാൻ സമ്മതിക്കണം. എങ്കിൽ അതെന്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണും. ഞാൻ അപേക്ഷിക്കുകയാണ്. ഒരു കലർപ്പില്ലാത്ത സ്നേഹം അതെല്ലാവർക്കും കിട്ടില്ല മോളെ. അതിനും ഭാഗ്യം ചെയ്തിരിക്കണം. ഇപ്പതേ വർമ്മയുടെ രൂപത്തിൽ ആ ഭാഗ്യം നമ്മുടെ വാതിൽക്ക് വന്ന് നിൽക്കാം. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് വർമ്മ വിളിക്കുന്ന നമ്മളത് തട്ടിക്കളയാൻ പാടുണ്ടോ? അച്ഛാ, അച്ഛനെ തനിച്ചാക്കി ഞാൻ എങ്ങോട്ടും പോവില്ല. പറഞ്ഞയക്കാൻ എനിക്ക് മനസ്സുണ്ടായിട്ടല്ല. പക്ഷെ മോളും ഒരിക്കൽ മറ്റൊരു വീട്ടിലേക്ക് പോണ്ടവള. അതിപ്പോഴേ അങ്ങ് ചെയ്യുവാന്ന് കരുതിക്കോ. കരുതാൻ എന്തിരിക്കുന്ന അച്ഛാ, അത് തന്നെ സത്യം. ഞാൻ എങ്ങോട്ടും പോവില്ല അച്ഛാ. ദയവ് ചെയ്ത് അച്ഛൻ എന്നെ എങ്ങോട്ടും അയക്കരുത്. ഇനിയൊന്നും മോള് പറയണ്ട. അച്ഛന്റെ വാക്കുകൾ ധിക്കരിക്കാത്ത കുട്ടിയല്ലേ. ഇപ്പോഴും അങ്ങനെ മതി. അതുകൊണ്ടല്ലടാ. അമ്മ ഇനി ഒന്നും പറയണ്ട. സുലേഖെ, മോളുടെ തുണിയൊക്കെ എടുത്തു വെക്ക്. ആയിക്കോട്ടെ ചേട്ടാ. വന്ന കാലിൽ നിൽക്കാതെ അകത്തേക്ക് വരൂ വർമ്മേ. എല്ലാം തൊലഞ്ഞു. ദൈവം ഇപ്പൊ മനസ്സിലായില്ലേ? ഇങ്ങനെയാ സ്വന്തം കൈകൊണ്ട് കണ്ണു കുത്തിപ്പൊട്ടിക്കുന്നേ. മിണ്ടി പോരുതാ. ഇനിയിപ്പോ ഒന്നും മിണ്ടാൻ പറ്റാത്തത് അച്ചമ്മക്കല്ലേ? കല്യാണം കഴിപ്പിച്ച് ചേച്ചിനെ പറഞ്ഞയച്ച് കൈ കഴുകി സൂഹിക്കാന്ന് കരുതി. എന്നാ ദൈവം അതിനെ അനുവദിച്ചില്ലല്ലോ. ആ ഭിക്ഷക്കാരുടെ വഴക്കുണ്ടാക്കാൻ പോയത് എന്തിനാ? അവരെ വേണ്ടാത്തത് പറഞ്ഞോണ്ടല്ലേ ചേച്ചിയെ കുറിച്ച് അവരും വേണ്ടാത്തത് പറഞ്ഞേ. ദൈവത്തിന്റെ കളി കണ്ടില്ലേ? അച്ചമ്മ കാരണം ചേച്ചി ഭർത്താവിന്റെ വീട്ടിലേക്ക് പോകുക. അതോർത്തപ്പോ എനിക്ക് ശരിക്കും അതിശയം തോന്നി പോവുക. ഏതവളുടെ ഭർത്താവാടാ അത്? ഭർത്താവ് തന്നെയല്ലേ, വൈദേഹി ചേച്ചിയുടെ സ്വന്തം ഭർത്താവ്. ദേവേട്ടന്റെ ഭാര്യ വൈദേഹി ചേച്ചി. സത്യമല്ലേ? അത് തെളിയിക്കാൻ വേണ്ടി ആയിരിക്കാം ദൈവം തന്നെ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഒരുക്കിയത്. ഇനി അച്ഛമ്മക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പോടാ തീർച്ചെറുക്ക. അമ്മേ,
വരട്ടെ അമ്മേ. ശരി മോളെ. അച്ഛാ. മോളെ കരയല്ല മോളെ. പോയിട്ട് വരാ അച്ഛാ. അച്ഛമ്മേ, ഞാൻ പോയിട്ട് വരട്ടെ. മാധവ, പോയിട്ട് വരാട്ടോ. വൈദേഹി പെട്ടെന്ന് വാ മോളെ. ദേ കിളി പറന്നുപോയി. ഇനി അവിടെ ചെന്ന് കഴിഞ്ഞ് എന്തൊക്കെയാണോ ആവോ. ശ്രേയയുടെ ജീവിതത്തിന് കേടൊന്നും ഉണ്ടാവാതിരുന്നാ മതി. എന്താ ഇപ്പൊ ചെയ്യുക? ദേവേട്ട, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ദേവേട്ടന് ഒന്നും സംഭവിക്കില്ല. ദേവേട്ട, ദേവേട്ട, എന്തിനാ ദേവേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത്? ദേവേട്ട, ടാബ്ലറ്റ്സ് കഴിക്കുന്നില്ലേ? ദേവേട്ട, എന്തോ വലിയ ചിന്തയിലാന്ന് തോന്നുന്നു. നമ്മളെ വേർപെടുത്താൻ ഈ ലോകത്ത് ആർക്കും കഴിയില്ല. ഞാൻ നിന്നെ സ്നേഹിച്ചത് സത്യമാണെങ്കിൽ, നിന്റെ മനസ്സിൽ ഞാനുള്ളത് സത്യമാണെങ്കിൽ, ദൈവം തന്നെ നമ്മൾ രണ്ടുപേരെ ഒന്നിപ്പിക്കും. സത്യം.